ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മോദി കെയറിൻ്റെ ഹോം കെയർ പ്രൊഡക്ട്സിലെ ഏറ്റവും സൂപ്പറായിട്ടൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഡിഷ് വാഷ്. ഇതിൻ്റെ പേരാണ് വണ്ടർ ഡ്രോപ്പ്. ഇത് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡിഷ് വാഷിനേക്കാളും എന്തുകൊണ്ടാണ് മെച്ചം എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇത് ബയോഡീഗ്രേഡബിൾ ആണ്. ഇതിൻ്റെ ബോട്ടിലിങ്ങും ഇതിൻ്റെ പ്രൊഡക്റ്റും ഒക്കെ എൻവയൺമെൻറ്റിന് യാതൊരു ഹാം ചെയ്യാത്ത പ്രൊഡക്റ്റുകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഹാംഫുൾ ആയിട്ടുള്ള ഫോസ്ഫേറ്റുകളോ ഹാംഫുൾ ആയിട്ടുള്ള ബ്ലീച്ചിങ് ഏജൻസോ ആസിഡ്സോ ആൽക്കലിയോ ഡൈകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അത് കാരണം ഇത് വളരെ സേഫാണ് എൻവയൺമെൻറ്റിന്. ഇതിൻ്റെ ബോട്ടിൽ പോലും നമ്മൾ വെളിയിലിട്ട് കഴിഞ്ഞാൽ അത് മണ്ണിനോട് അലിഞ്ഞു ചേരുന്ന ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പാക്കിംഗ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ബയോ ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കനട്ട്, സിട്രസ് ഫ്രൂട്ട്സ്, മിനറൽസ് ഇവയൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മളുടെ എല്ലാ ഹോം കെയറിൻ്റെയും പേഴ്സണൽ കെയറിൻ്റെയും ഒക്കെ പ്രൊഡക്റ്റുകൾ അങ്ങനെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. നമുക്കറിയാം, നമ്മൾ കുക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന പാത്രത്തിൽ 3 തരത്തിലുള്ള ഫാറ്റുകളാണ് അക്യുമുലേറ്റ് ആവുന്നത്. ഒന്ന് മീറ്റ് ഫാറ്റ് ഉണ്ട്, അതുപോലെ വെജിറ്റബിൾ ഫാറ്റ്സ്, പിന്നെ ഓയിലിൻ്റെ ഫാറ്റ്. ഈ 3 തരം ഫാറ്റുകളും നമ്മുടെ പാത്രങ്ങളിൽ അടിഞ്ഞുകൂടുകയും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡിറ്റർജൻറ്റ് കഴുകി കഴിഞ്ഞ് 3 തരം ഫാറ്റുകളും ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല. അത് അവിടെ ഇരിക്കുക, അത് ബാക്ടീരിയ ഫോം ചെയ്യുകയും അടുത്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് ഫുഡിൽ അത് ബാക്ടീരിയാസ് കലരുകയും ഫുഡ് പോയ്സണിങ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഈ 3 തരം ഫാറ്റുകളെയും വൃത്തിയാക്കാൻ നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റ് വണ്ടർ ഡ്രോപ്പ് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ ഇത് വളരെ കോൺസെൻട്രേറ്റഡ് ആയ കാരണം വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. നമ്മളുടെ ഒരു 500 മില്ലി ബോട്ടിൽ നമുക്ക് 2 ലിറ്റർ ആക്കി മാറ്റാൻ കഴിയും ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് വളരെ എക്കണോമിക്കലാണ്. അതുപോലെ തന്നെ ഇത് നോൺ ഇറിറ്റൻ്റ് ആണ്. പലർക്കും നമ്മൾ ഡിഷ് വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കയ്യിലും അല്ലെങ്കിൽ ശരീരത്തിൽ സ്കിന്നിലൊക്കെ പൊള്ളലും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത് നമ്മളുടെ ഈ ഒരു ഡിഷ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ഫ്രണ്ട്ലി ആണ്, നോൺ ഇറിറ്റൻ്റ് ആണ്, ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നില്ല. നമ്മളുടെ ശരീരത്തിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാതെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ വണ്ടർ ഡ്രോപ്പ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ വെളിയിൽ നിന്ന് ഡിഷ് വാഷൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും അത് പ്രശ്നമാണ്, നമ്മളുടെ സാമ്പത്തികമായിട്ട് നമുക്ക് കൂടുതൽ ചിലവാണ്, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിക്ക് പോലും അത് ഹാംഫുള്ളാണ്. അപ്പം നമ്മളുടെ ഈ ഒരു ഇതിലെല്ലാം സേഫായിട്ടുള്ള നമ്മളുടെ വണ്ടർ ഡ്രോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രകൃതിക്കും അനുയോജ്യമായ ഉൽപ്പന്നമാണ്, നമ്മളുടെ ആരോഗ്യത്തിന് അനുയോജ്യമാണ്, അതുപോലെ നമ്മുടെ എക്കണോമിക്കലി നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മളുടെ വണ്ടർ ഡ്രോപ്പ്. അപ്പോൾ എല്ലാവരും ഒരു തവണ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് ഉപയോഗിക്കാം. പിന്നെ രണ്ടാമതൊരു മെയിനായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ മോദി കെയറിൻ്റെ പ്രൊഡക്റ്റുകൾ ഒരിക്കലും വെളിയിൽ നിന്നുള്ള കൊമേഴ്ഷ്യൽ സൈറ്റ്സിൽ നിന്ന് വാങ്ങിക്കാതിരിക്കുക. വെളിയിൽ നിന്നുള്ള കൊമേഴ്ഷ്യൽ സൈറ്റുകളിൽ നിന്നും വാങ്ങിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് കമ്പനി യാതൊരു ഗ്യാരണ്ടിയും കൊടുക്കുന്നതല്ല. അല്ലെങ്കിൽ നമ്മൾ ഇത് ഓതറൈസ്ഡ് ആയിട്ടുള്ള അഡ്വൈസേഴ്സിൻ്റെ നിന്ന് വാങ്ങുക, അല്ലെങ്കിൽ അടുത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിൽ പോയിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് ലഭ്യമാണ്. അപ്പം നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡീലേഴ്സിൻ്റെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ 100% മണി ബാക്ക് ഗ്യാരണ്ടി കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പൊട്ടിച്ച് ഉപയോഗിച്ച ശേഷം നമ്മൾ 25% നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തിരിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി 100% നമ്മൾ ചിലവാക്കിയ പൈസ തിരിച്ചിരിക്കുകയോ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് നമുക്ക് തരികയോ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.